Praise the Lord. जल्दी से लिए आने वाला प्रभु यीशु मसीह की अधिक पवित्र नाम में सब पवित्र लोगों को वंदन देता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. प्रभु का अनुग्रह से प्रभु ने हमें और भी एक दिन दान दिया. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ദാനമായിട്ട് തന്നു. इस मरुभूमि यात्रा में हमें जो भी मिलता है प्रभु की ओर से दान में मिलता है. നമ്മൾ ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നതും അതെല്ലാം ദൈവ മുഖാന്തരം ഒരു ദാനമായിട്ടാണ്. जब हम ये दुनिया में आया हम कुछ लेकर नहीं आया. കാരണം ഈ ലോകത്ത് നമ്മൾ വന്നപ്പോൾ നമ്മൾ എന്ത് എടുത്തോണ്ടല്ല വന്നത്. और हम ये दुनिया से जाएगा तो दुनिया का कुछ लेकर के भी नहीं जाएगा. ഈ ലോകം നമ്മൾ വിട്ടു പോയാലും ഈ ലോകത്തിൽ നിന്നും ഒരു കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകത്തുമില്ല. तो भी हमारे जीवन में ये दुनिया में हम जो भी शरीर में किया है वो काम हमारे साथ आएगा. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചപ്പോൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾ നമ്മുടെ പിന്നിൽ വരും. इसलिए हमें जितना भी शरीर में रह करके अवसर मिलता है वो अनंत काल का लाभ उड़ाते हुए कार्य करना बुद्धिमान लोगों का कार्य है. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യതയുള്ള വിഷയത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും അതിന്റെ മനസ്സ് വെച്ച് ലക്ഷ്യം വെച്ച് അതിന്റെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമാണ്. क्योंकि टोटली हमें जो मिला हुआ ये जिंदगी का समय बहुत थोड़ी है. കാരണം ഈ മൊത്തമായിട്ട് നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് ഈ ജീവിതം തന്നത് അത് ഒത്തിരി ചെറുതാണ്. इसलिए ये समय को ठीक से इस्तेमाल में लाना हमारा कर्तव्य है. അതുകൊണ്ട് ഈ സമയത്ത് ശരിക്കും ഉപയോഗിക്കണം എന്നുള്ള വിഷയം നമ്മുടെ ജിമ്മേദാരിയാണ്. इसलिए आज भी हम समय को बिल्कुल नष्ट ना करते हुए आज का संदेश की ओर बढ़ेंगे. ഇന്നും നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ വിഷയത്തിലോട്ട് കയറാം. कल हमने मतलब विचार किया था पहला कोरिन्थी 10 अध्याय का 12 वचन. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയമായിരുന്നു 1 കൊരിന്ത്യർ 10:12 1 കൊരിന്ത്യൻസ് 10:12. उसको और एक बार पढ़ेंगे. അതിന് നമുക്ക് പിന്നെ ആ വാക്യത്തിന് പിന്നെ വായിക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. इसलिए जो समझता है कि मैं स्थिर हूँ वो चौकस रहे कहीं गिर न पड़े. अभी यहाँ पर एक मतलब प्रेषित पौलुस कोरिन्थ मंडली को सख्त चेतावनी देता है. अगर किसी को लगता है कि मैं खड़ा है तो बोलता है ना गिरने के प्रयास में रहना या यत्न में रहना. അപ്പൊ ഇവിടെ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു വാർണിംഗ് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരിലും നിൽക്കുന്നു എന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിപ്പിക്കും. उसका कारण क्या है? അതിന്റെ കാരണം എന്താ? ये इस्राएल की बातों को लेकर के हमें नए नियम की मंडली को वो समझा रहे. അപ്പം ഇസ്രായേലിന്റെ അവരുടെ അവസ്ഥ, യാത്രയുടെ അവസ്ഥ കാണിച്ചിട്ടാണ് പുതിയ നിയമത്തിന്റെ സഭയെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. इसराइल का मतलब बहुत से जो बात उनके जीवन में हुआ वो हमारे लिए एक चेतावनी है. കാരണം ഇസ്രായേലിന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യമുള്ള കാര്യം നമ്മുടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. अभी मतलब उसका 10 अध्याय का 6 वचन में लिखा है. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ചാപ്റ്റർ 10:6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ये बातें हमारे लिए दृष्टांत ठहरी. ये बातें हमें दृष्टांत ठहरी. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി നമുക്ക് വേണ്ടി ആയിരിക്കുന്നു. कौन सी बात है? ഏത് കാര്യങ്ങള്? जो इसराइल के जीवन में आया वो बातें. ഇസ്രായേലുകളുടെ ജീവിതത്തിൽ വന്ന കാര്യം. तो इसलिए मतलब एक शक्ति रीति में चेतावनी के रूप में उसका 11 वचन कहता है. അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് വാർണിംഗ് ചെയ്ത ഒരു കാര്യം പറയുവാണ് 11-ാം വാക്യത്തിൽ വേഴ്സ് 11. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. परंतु ये बातें जो उन पर पड़ी दुष्टांत की रीति पर थी और वे हमारे चेतावनी के लिए जो जगत के अंतिम समय में रहते हैं लिखी गई है. आपको मिल गया ना? കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. मतलब अभी हमने 10 अध्याय का 6 वचन और 11 वचन पढ़ा. നമ്മൾ വായിച്ചത് 1 കൊരിന്ത്യർ 10-ന്റെ 6-ാം വാക്യവും 11-ാം വാക്യവും വായിച്ചു. वहां पर ही है, इसलिए मैं 2 बार नहीं बोला. ആ അധ്യായത്തിൽ തന്നെ ആയതുകൊണ്ടാണ് അധ്യായം ഞാൻ പറയാതെ. आप उस अध्याय को निकाल कर रखिएगा. കാരണം നിങ്ങളിപ്പോ അതേ അധ്യായം അതേ പുസ്തകം തുറന്നു വെക്കണം. तो हमको बहुत जल्दी आपको उसको मतलब दिखने में आएगा. അപ്പൊ പെട്ടെന്ന് വായിക്കാൻ പറ്റും. मैं आपको जब भी वचन बताता है मुझे मालूम है कि मेरा स्पीड थोड़ा ज़्यादा ही रहता है. എനിക്കറിയാം, ഞാൻ എപ്പോഴും വചനം പറയുമ്പോൾ എന്റെ സ്പീഡ് കൂടുതലാണ്. फिर भी मैं हर एक पवित्र लोगों से विनती करता हूँ आप बहुत प्रार्थना के साथ रहिए. എന്നാലും ഞാൻ വിശുദ്ധന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഇത് നിങ്ങൾ കേൾക്കണം. निश्चय प्रभु आपको पूरा बातें समझने के लिए कृपा करेगा. കാരണം കർത്താവ് നിശ്ചയമായിട്ടും കർത്താവ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് കൃപ തരും. अभी यहाँ पर बोलता है कि ये बातें हमें एक दृष्टांत रूप में
इसराइल के लोगों के जीवन में हुआ। അപ്പം ഈ കാര്യങ്ങളെല്ലാം നടന്നത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ നടന്നത് നമുക്ക് വേണ്ടി ഈ അന്ത്യസമയത്ത് ജീവിക്കുന്ന നമുക്ക് വേണ്ടി ദൃഷ്ടാന്തമാണ്. अभी हमारे लिए क्यों लिखा? बुद्धि उपदेश के लिए। നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഇത് നമുക്ക് ബുദ്ധിയുടെ ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. हमें ये बातों को हमारा अच्छी तरह चेतावनी पा करके बहुत सावधान रहने के लिए बात दिया है। കാരണം ഈ കാര്യങ്ങളെല്ലാം എഴുതിയ കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മയോടെ നമ്മളത് കാണുകയും മനസ്സിലാക്കുകയും നമ്മളത് മനസ്സിലാക്കി സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. अभी उनका जीवन में मिला हुआ 5 आशीष की बात के बारे में उसका 1 से 4 तक का वजन में लिखा है। അവിടെ അതിന്റെ 1-ാം വാക്യം തൊട്ട് 4-5-ാം വാക്യം വരെ 4-ാം വാക്യം വരെ 1 to 4 നമ്മൾ വായിക്കുമ്പോൾ ഒരു 5 പ്രകാരമുള്ള അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. बहुत ध्यान से आप समझना, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. मतलब यहाँ पर 5 प्रकार के आशीष की बातें उन्होंने पाया അവിടെ 5 പ്രകാരമുള്ള അനുഗ്രഹം അവർ പ്രാപിച്ചായിരുന്നു. और वहां पर एक बात ध्यान देना, मैं एक बार आपको पढ़कर सुनाना चाहता हूँ। അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. मैं अभी मलयालम में नहीं पढ़ेगी, हिंदी में पढ़ेगी। हे भाइयों, मैं नहीं चाहता कि तुम इन बातों से अनजान रहो कि हमारे सब बाप दादे सब बात दादे। अभी यहाँ पर आप एक बात को शब्द को अंडरलाइन करना, सब 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 ऐसे 5 बार वो शब्द आएगा। നമ്മുടെ എല്ലാ പിതാക്കൾ എന്ന് പറഞ്ഞ എല്ലാവരും എന്ന് പറഞ്ഞ ആ വാക്ക് 5 പ്രാവശ്യം അത് പ്രയോജനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. पढ़िए। बादल के नीचे थे और सबके सब देखा वहां पर दोबारा सबके सब എല്ലാവരും സ്ഥാനപ്പെടുത്തു. समुद्र के बीच में से पार हो गए और सबने देखा वहां पर वापस आया सबने। പിന്നെ 3-ാം വാക്യത്തിൽ എല്ലാവരും ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും बादल में और समुद्र में मूसा का बपतिस्मा लिया और सबने देखो 4 बार फिर आता है सबने एक ही आत्मिक भोजन किया और सबने देखो अभी कितना हो गया? 5 सब हो गया। അങ്ങനെ എല്ലാവരും ബാക്കി 4-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും അതേ ആത്മീയ പാനം ചെയ്തു. एक ही आत्मिक जल पिया क्योंकि वे उस आत्मिक चट्टान से पीते थे जो उनके साथ साथ चलती थी। देखा वो उस आत्मिक चट्टान से पीते थे जो उनके साथ साथ चलते थे और वह चट्टान मसीह था। और वो चट्टान मसीह था। ആ പാറ ക്രിസ്തുവായിരുന്നു. कितना अनोखी बात है। എത്ര നല്ല കാര്യമല്ലേ. आप देखिए वे लोग इतना अनोखा सब लोगों ने मतलब सबने इस प्रकार का आशीष पाया था। അവിടെ പറയുന്ന എല്ലാവരും ഈ പ്രകാരമുള്ള അനുഗ്രഹം പ്രാപിച്ചായിരുന്നു, അനുഭവപ്പെട്ടായിരുന്നു. लेकिन अभी क्या हुआ? പക്ഷെ എന്ത് പറ്റി? वो लोग सब लोग वायदा के देश में प्रवेश नहीं किया। എന്നാൽ എല്ലാവരും പ്രതിജ്ഞ തന്ന ആ ദേശത്തിൽ പ്രവേശിച്ചില്ല. मतलब क्यों नहीं किया ये हमें जानना चाहिए। അപ്പൊ എല്ലാവർക്കും എല്ലാ അനുഭവം കിട്ടി കഴിഞ്ഞിട്ടും എല്ലാവരും പ്രവേശിച്ചില്ല. അതിന്റെ കാരണം നമുക്ക് അറിയണ്ടേ? अभी हमारे लिए एक सुंदर वायदा है 1000 साल का राज्य। കാരണം നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു കർത്താവ് നമ്മളോട് ഒരു കവനന്റ് ആയിട്ട് പ്രതിജ്ഞ ആയിട്ട് നമ്മളോട് ഉടമ്പടി ചെയ്തതാണ് 1000 വർഷം. 1000 साल के राज्य में हम सब लोग जाना चाहिए ना। 1000 വർഷത്തിൽ നമ്മൾ എല്ലാവരും പ്രവേശിക്കണ്ടേ? എല്ലാവരും അവിടെ കാണണ്ടേ? जाएगा क्या? എല്ലാവരും പക്ഷെ എല്ലാവരും പോവോ? ये जानना है, ഇത് നമുക്ക് അറിയണം. हमें इस बात को जानना है। ഈ കാര്യം നമുക്ക് അറിയണം. अभी यहाँ पर प्रभु का मानव वचन में जो लिखा हुआ इस विषय से हमें बहुत गहरी बात प्रभु हमें सिखाना चाहता है। അതുകൊണ്ട് ഈ ഭാഗത്തിൽ നിന്ന് ഈ വചനത്തിന്റെ ഈ ഭാഗത്തിൽ നിന്ന് കർത്താവ് ഒരു ആഴമായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. मैं एक बात आपको बताना चाहता हूँ, उनके साथ चलने वाला या उनको चलाने वाला व्यक्ति आज जो हमें चलाता है वही प्रभु यीशु मसीह था। നമുക്ക് ഒരു കാര്യം അറിയേണ്ടത്, അന്ന് ആളിൽ ഇവരെ നടത്തിയത് അതേ കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്നത്. वे लोगों ने वही आत्मिक चट्टान से खाया, वही आत्मिक चट्टान से पिया। നമ്മൾ അറിയുന്നത് അവർ ആ സമയത്ത് അതേ ആത്മപാറയിൽ നിന്ന് അവർ കുടിക്കുകയും തിന്നുകയും ചെയ്തു. देखिए वो चट्टान मसीह यीशु था। ആ പാറ ക്രിസ്തുവായിരുന്നു. आपको मालूम है कि बाइबल में मानो प्रभु को चट्टान के रूप में बहुत से वर्णन किया है। നമുക്കറിയാലോ ബൈബിളിൽ പാറ എന്ന വിഷയത്തിൽ കർത്താവിനെ പറ്റി അനേക പ്രാവശ്യം വർണ്ണം ചെയ്തിട്ടുണ്ട്. वो एक बड़ा प्रचार का विषय है। ആ പാറ എന്ന വിഷയം തന്നെ നമുക്ക് സംസാരിക്കാനുള്ള വിഷയമാണ്. मैं संक्षिप्त में उसका कुछ पॉइंट आपको बताते जाऊंगा, रेफरेंस बोलूंगा, आप लिख करके आप उस पर मनन कर सकता है। എന്നാൽ ഞാൻ ചെറുതായിട്ട് അതേ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പോയിന്റ്സ് ആയിട്ട് മാത്രം പറയുന്നുള്ളൂ. അതിന് വിശദീകരണം ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അത് വാക്യങ്ങൾ എഴുതി വെച്ച് പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ അതിന് മനനം ചെയ്യണം. आप इन वचनों को भी ध्यान करेगा तो आपको बहुत आनंद मिलेगा। കാരണം ഈ വചനത്തിന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം കിട്ടും. मतलब उस चट्टान के बारे में पहला बात तो मैं आपको बताता हूँ, वो उद्धार का चट्टान है। നമുക്കറിയാം ആ പാറയുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ
രക്ഷയുടെ പാറയാണ്. हम वचन पढ़ेगा अनुवाद का किताब 32 अध्याय का 15 वचन. अनुवाद 32 का 15. Deuteronomy 23:15. 22. ഓക്കെ 22:15. 22-ന്റെ 15. मतलब 32-ന്റെ 15. ഓ സോറി 32-ടെ 15. बहुत ध्यान से सुनना. रेफरेंस मैं जो बोलेगा और रेफरेंस ढूंढ रहे नहीं तो मिलेगा नहीं. 32:15. देखिए मतलब वो चट्टान उद्धार का चट्टान है. അത് രക്ഷയുടെ പാറയാണ്. मतलब अनुवाद या व्यवस्था विवरण 32 अध्याय का 15 वचन. Deuteronomy 32:15. और दूसरा वो चट्टान का खूबी മറ്റേ ആ പാറയുടെ വിശേഷത वही मतलब व्यवस्था विवरण 32 का 18 वचन में हम देखता है. അത് ഡ്യൂട്രോണമി അതിന്റെ 32-ടെ വേഴ്സ് 18-ല് आपको बहुत जल्दी हो जाएगा वो बात को समझने के लिए. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. तो उसमें बोला कि तुझे जन्माया हुआ चट्टान है. നിന്നെ ജനിപ്പിച്ച പാറയാണ്. तुझे जन्माया हुआ चट्टान. നിന്നെ ജനിപ്പിച്ച പാറയാണ്. आपको वचन मिल गया ना. വചനം കിട്ടി കാണുമല്ലോ. मतलब अनुवाद 32 का 18. ഡ്യൂട്രോണമി 32:18. तो और उस चट्टान का बारे में तीसरी बात जो कहता है അതിന്റെ മൂന്നാമത്തെ കാര്യം പറയുന്നത് वो अतुल्य चट्टान है. अतुल्य अतुल्यമായ അത് അതുല്യമായ പാറയാണ്. अतुल्य चट्टान. അതുല്യമായ പാറയാണ്. उसका समान कोई चट्टान है ही नहीं. കാരണം അതിനുമായി തുലനം ചെയ്യാനുള്ള വേറെ പാറയില്ല. वो एकदम अतुल्य चट्टान. അത് അതുല്യമായ ഒരു പാറയാണ്. अभी जैसे आपको याद होगा मतलब इसका रेफरेंस में आपको बताते पहले मतलब वही अनुवाद 32 का 30 और 31 वचन. अదే Deuteronomy chapter 32 verse 30 and 31. देखिए बहुत ध्यान से आप मैं उसी किताब से कुछ पहले आपको रेफरेंस दे रहा हूँ. അപ്പൊ അതേ അധ്യായത്തിൽ നിന്ന് അതേ പുസ്തകത്തിൽ നിന്നാണ് വിഷയങ്ങൾ തരുന്നത്. इसलिए आपको ज्यादा पढ़ने की जरूरत नहीं पड़ेगी. ചില വിഷയങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും പറ്റും. അധികം മാറ്റം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. अब ये मतलब तीन बात आपने लिखा होगा. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എഴുതി കാണും. उद्धार का चट्टान അത് രക്ഷയുടെ പാറയാണ്. അത് 32 का 15 में लिखा. അത് 32-ന്റെ 15-ാം വാക്യത്തിലുണ്ട്. और तुझे जन्माया हुआ चट्टान या तुझे नया जन्म दिया हुआ चट्टान നിന്നെ ജനിപ്പിച്ച പാറ वो 32 का 18. അത് 32-ന്റെ 18. कोई किताब मतलब अनुवाद या व्यवस्था 32 का 18. അതേ ഡ്യൂട്രോണമിയിൽ നമ്മൾ വായിക്കുന്നു. और तीसरी बात മൂന്നാമത്തെ കാര്യം अतुल्य चट्टान. അത് അതുല്യമായ ഒരു പാറയാണ്. उसका तुल्य कोई चट्टान है नहीं. അതിന് തുല്യം ചെയ്യാൻ വേറെ ഒരു പാറ ഇല്ല. मतलब इसलिए मतलब उसके समान दूसरा किसी को भी हम चट्टान कह नहीं सकता. കാരണം കർത്താവിനെ അല്ലാതെ വേറെ ആർക്കും നമ്മൾ ഈ പാറ എന്ന് പറയാൻ പറ്റത്തില്ല. वो है 32 का 30 और 31. അതിന്റെ 32-ാം അധ്യായത്തിൽ അതിന്റെ 30-ഉം 31-ഉം. मतलब आपको मालूम है कि प्रभु ने कहा कि पत्रोस को मतलब मत्ती 16 का 18 में मैं इस चट्टान पर वो चट्टान वो पूर्ण चट्टान है. वो पत्रोस चट्टान नहीं है. इसलिए कई लोग गलती से बोलता है पत्रोस चट्टान है, पत्रोस के ऊपर ऐसा बनाया. नो, ऐसा नहीं है. आप उस बात को ध्यान देना. നമ്മൾ മത്തായി സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പാറമേൽ ഞാൻ പണിയും എന്ന് പറയുമ്പോൾ ചിലവർ അത് വിചാരിക്കുന്നത് പത്രോസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പത്രോസ് അല്ല, അത് വേറെ പൂർണ്ണമായ പാറ എന്ന വിഷയത്തിൽ പറയുമ്പോൾ, കാരണം പത്രോസ് പറഞ്ഞല്ലോ നീ ജീവനായ ദൈവത്തിന്റെ ക്രിസ്തു ആവുന്നു. ആ പൂർണ്ണ പാറ എന്ന വിഷയത്തിന്റെ അർത്ഥത്തിലാണ് ആ പാറയിന്മേലാണ് കർത്താവ് സഭ പണിയുന്നത്, പത്രോസ് അല്ല. കാരണം അതിന് തെറ്റായുള്ള അർത്ഥം നിങ്ങൾ എടുക്കല്ലേ. क्योंकि खुद पत्रोस का पत्री में आपने देखा होगा पहला पत्रोस दूसरा अध्याय का 4-5 वचन में. കാരണം പത്രോസിന്റെ പുസ്തകത്തിൽ തന്നെ പത്രോസ് തന്നെ പറയുന്ന കാര്യത്തിൽ 1 പത്രോസ് 2:4 दूसरा पहला पत्रोस दूसरा अध्याय का 4 और 5 वचन. 1 പത്രോസ് 2:4-5 വാക്യം. बहुत ध्यान से सुनना. आपका मैं उसको पढ़कर सुनाता हूं. അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. उसके पास आकर जिसे मनुष्य ने तो निकम्मा ठहराया, परंतु परमेश्वर के निकट चुना हुआ और बहुमूल्य पत्थर है. देखिए यहाँ पर पत्थर लिखा, लेकिन वो चट्टान के रूप में है. वो पत्थर नहीं, चट्टान है. ജീവനുള്ള കല്ലെന്നാണ് നമ്മൾ ചില ഭാഷയിൽ എഴുതുമ്പോൾ, എന്നാൽ ജീവനുള്ള പാറയാണ് നമ്മൾ വരേണ്ടത്. तो अभी हम देखते हैं कि मतलब वो पत्रोस भी कहता है कि वो उस चट्टान है. അപ്പൊ പത്രോസ് ഇവിടെ എന്തോ പറയുന്നത്, കർത്താവാണ് ആ പാറ. फिर उसका 4वां बात, നാലാമത്തെ കാര്യം, मतलब कोई आपने अनुवाद का किताब पढ़ा नहीं तो उसमें से बता रहा हूँ. ഡ്യൂട്രോണമിയുടെ പുസ്തകം നമ്മൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് തന്നെ ഉണ്ട്. हम जो आश्रय करने वाला चट्टान या भरोसा करने वाला चट्टान, നമ്മൾ ആശ്രയിക്കുന്ന പാറ. तो उसका 32 का 37 അതിന്റെ 32-ന്റെ 37.
तो अभी मैं कुछ और किताब से बताता हूँ चट्टान के बारे में। ഇനി പാറയെ പറ്റി വേറെ പുസ്തകങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. हाँ मतलब क्योंकि परमेश्वर के बारे में वचन कहता है कि परमेश्वर एक चट्टान है. നമ്മൾ കർത്താവിനെ പറ്റി ദൈവത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ദൈവം തന്നെ ഒരു പാറയാണെന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. 78 का 35. സങ്കീർത്തനം 78ന്റെ 35. आपको मालूम है ना 66 के बाद में मैं किताब का नाम नहीं बोलता. 66 के ऊपर है तो मतलब फिर वो आप समझना वो भजन संगीत के बारे में बोल रहा है. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ നാസിക് സഭയിൽ അറിയാം 66 അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് അധ്യായം പറയുമ്പോൾ അത് സങ്കീർത്തനമാണ്. കാരണം 66 വരെ ബാക്കി പുസ്തകങ്ങൾ അധ്യായങ്ങളുണ്ട്. എന്നാൽ സങ്കീർത്തനത്തിൽ മാത്രം 66 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ 66 കഴിഞ്ഞിട്ടുള്ള എന്ത് അധ്യായം പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോണം അത് സങ്കീർത്തനമാണ്. बहुत लोगों को मालूम नहीं इसलिए एक बार आपको भी बताएंगे सोचा. കാരണം അനേകർക്ക് ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. क्योंकि एशिया 66 अध्याय है. इसके बाद में इससे इतना अध्याय और किसी किताब में नहीं. इसके आगे जो भी आता है वो तो भजन संगीत. കാരണം യെശയ്യാ പുസ്തകത്തിൽ മാത്രമേ 66 അധ്യായം വരെ ഉള്ളൂ. രണ്ടാമത്തെ പുസ്തകമാണ് ഏറ്റവും അധികം അധ്യായം ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാ അധ്യായം എന്ന് പറഞ്ഞാൽ അത് സങ്കീർത്തനമാണ്. तो यहाँ पर हम क्या देखते हैं? അപ്പൊ ഇവിടെ നമ്മൾ എന്തോന്ന് വായിക്കുന്നത്? हमारा परमेश्वर चट्टान है. നമ്മുടെ ദൈവം ഒരു പാറയാണ്. Praise the Lord. ആമേൻ. कौन सा वचन? ഏത് വചനം? 78 का 35. 78ന്റെ 35. आपको मिल गया होगा. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. तो अभी 5 बात देखा. 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. अभी हम छठवां बात देखेगा. ആറാമത്തെ വിഷയത്തെ നമ്മൾ നോക്കാൻ പോവാണ്. हमारा प्यास बुझाने वाला चट्टान. നമ്മുടെ ദാഹത്തിനെ തീർക്കുന്നത് പാറ. हमारा प्यास को बुझाने वाला चट्टान. നമ്മുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്നത് പാറ. നമ്മുടെ ദാഹം സമീപിക്കുന്ന പാറ. ओके. निर्गमन उसका 17 अध्याय का 6 वचन. प्रोवर्ब्स അതിന്റെ 17ന്റെ 6. निर्गमन उसका 17 अध्याय का 6 वचन. ओके आपको मिल गया ना. आपको लिखने के लिए मैं थोड़ा सा एक ओके. और 7वां जो चट्टान जो പാറയെ പറ്റി 7ാമത്തെ വിശേഷത हमारा चरवाहा चट्टान. നമ്മുടെ ഇടയനായ പാറ. बहुत ध्यान से सुनना. ശ്രദ്ധിച്ചു കേൾക്കണേ. मतलब उन लोगों को भी चलाने वाला चट्टान कौन था? അവർക്കും നടത്തുന്ന പാറ ആരായിരുന്നു? प्रभु यीशु मसीह था. കർത്താവ് യേശു ക്രിസ്തു ആയിരുന്നു. अब यहाँ पर मतलब मैं वचन बताया नहीं. उत्पत्ति उसका 49 का 24. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49ന്റെ 24. उत्पत्ति 49 का 24. जेनेसिस 49:24. सबको मिला होगा ना. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. मतलब ये विषय एक्चुअली मतलब एक प्रचार में बोलेगा तो 2-3 दिन चला जाएगा. ഈ വിഷയം തന്നെ വിഷയമെടുത്ത് സംസാരിക്കാൻ പോയാൽ 2-3 ദിവസം പോകും. लेकिन मैं आपको ये बताना चाहता हूँ इसराइल लोगों को उनके साथ रह करके चलाने वाला वो प्रभु आज भी अपने मंडली को चला रहे हैं. ആമേൻ. കാരണം ആ സമയത്ത് ഇസ്രായേലിന് കൂടെ നിന്ന് ഇസ്രായേലിനെ നടത്തിയ അതേ കർത്താവ് അതേ പാറ ഇന്ന് സഭയിൽ നിന്ന് സഭയെ നടത്തുന്നുണ്ട്. कितना अनोखी बात है ना. എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. हमारे लिए ये जानकारी कितना अच्छी बात है. നമുക്ക് ഈ കാര്യം അറിയുന്നത് എത്ര വലിയ അനുഗ്രഹമല്ലേ പ്രിയോ. आज वही मालूम प्रभु आज अच्छा चरवा की नयंद ये भी अच्छा चरवा अपने भेड़ों के लिए अपने जान देता है और जान दिया और वो चित्र आज सूली पर हमारे सामने है. इसके बाद में वो प्रभु के द्वारा चलाया जाने वाला भेड़ बोलेगा तो कितना धन्यवाद. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ നമ്മുടെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഇടയൻ തന്നെ ആടുകൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതിന്റെ ഈ ആടിന് വേണ്ടി മരിക്കുകയും ചെയ്തു എന്നുള്ള തെളിവ് നമ്മൾ ക്രൂശിൽ നോക്കുന്നുണ്ട്. ഇതെല്ലാം കാര്യം ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ കർത്താവിന്റെ ആടുകളാണ് അറിയുന്നത് തന്നെ എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. अभी इस्राएल लोगों ने इस चरवा की तरफ से चरवा की ओर से इतना बड़ी आशीषें पाया. അപ്പം ഈ ഇസ്രായേൽ ജനം ഈ ഇടയിൽ നിന്ന് ഇത്രയും വലിയ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞിട്ടും तो भी എന്നിട്ടും हम देखते हैं कि उसका 10 अध्याय का 5 वचन में അതിന്റെ 10ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 10ന്റെ 5ാം വാക്യത്തിൽ ഫസ്റ്റ് കൊരിന്ത്യൻസ് 5. पहला कोरिन्थी 10 अध्याय. अभी हम अनुवाद छोड़ दिया है. अभी पहला कोरिन्थी में वापस आना. पहला कोरिन्थी 10 अध्याय उसके 5 वचन में 1 കൊരിന്ത്യർ 10ന്റെ 5 ഫസ്റ്റ് കൊരിന്ത്യൻസ് 10:5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. परंतु परमेश्वर उनमें से बहुतों से प्रसन्न न हुआ. देखा उनमें से बहुतों से प्रभु प्रसन्न नहीं हुआ. എന്നിട്ടും കർത്താവ് അതിൽ നിന്ന് അനേക പേരിൽ നിന്ന് കർത്താവ് പ്രസാദിപ്പെട്ടിട്ടില്ല. प्रियो हमारा इस जीवन में अगर हमारे जीवन से प्रभु प्रसन्न नहीं हुआ तो हमारे जीवन का कितना बड़ा नुकसान रहेगा. പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രസാദമായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം ജീവിച്ച കാര്യമുണ്ടോ?
हमें ये बात को जानना है कि आज मेरा जीवन से मेरा प्रभु प्रसन्न है क्या? കാരണം ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രസന്നമാണോ? प्रभु अगर प्रसन्न नहीं रहेगा, കർത്താവ് ഈ ജീവിതത്തിൽ പ്രസന്നമല്ലെങ്കിൽ अनंत काल का हमारे लिए सबसे बड़ा नुकसान है। നിത്യതയിലുള്ള നിത്യ നാശമാണ് നമുക്ക് അത് കിട്ടാൻ പോകുന്നത്. आप देखिए, आज मेरा जीवन से मेरा प्रभु प्रसन्न है क्या? അതുകൊണ്ട് കർത്താവ് ഇന്ന് പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം സന്തോഷമാണോ? देखो, ये दुनिया में हमें बहुत प्रतिकूल है। കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. इस प्रतिकूल के बीच में भी आप आनंद नहीं पाता है क्या? ഈ ജീവന്റെ ഈ ഇങ്ങനെ പ്രതികൂലം വരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? या ये प्रतिकूल हमारा आनंद को लूट लेता है? അല്ലെങ്കിൽ ഈ പ്രതികൂലവും കഷ്ടങ്ങളും നമ്മുടെ സന്തോഷത്തിന് മോഷ്ടിക്കുവാണോ അല്ലെങ്കിൽ हम इस കിടക്കുവാണോ? प्रतिकूल के बीच में हम शांति से रह पाता है? നമ്മൾ ഈ കഷ്ടം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? या हमारा शांति खो जाता है? അതായത് അല്ലെങ്കിൽ നമ്മൾ ഈ സമാധാനം നഷ്ടപ്പെട്ടു പോവാണോ? क्योंकि जो प्रभु ने दिया वो कभी नष्ट नहीं होता, കാരണം ദൈവം എന്തോ തരുന്നു, കർത്താവ് എന്തോ തരുന്നു, അത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. परंतु हम नष्ट कर सकता है। എന്നാൽ നമ്മുടെ ബോധമില്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. हमारे जीवन से वो बात नष्ट होने का संभावना है। നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള അവസ്ഥ വരും, इसलिए അവസരം ആകാൻ പറ്റും. आज मेरे जीवन से मेरा प्रभु प्रसन्न है कि नहीं, ये हमें जानना है। അതുകൊണ്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് പ്രസാദമാണോ എന്ന് നമ്മൾ അറിയണം. जब इब्रानियों का पत्री 10 अध्याय का 38 वचन में हम देखता है, എബ്രായ ലേഖനം 10:38, Hebrews chapter 10:38, എബ്രായനിയോ उसका 10 अध्याय का 38 वचन, Hebrews 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. पर मेरा धर्मी जन विश्वास से जीवित रहेगा, और यदि वह पीछे हट जाए तो मेरा मन उसे प्रसन्न न होगा. देखा, इसका मतलब हमारे जीवन में हमारा प्रभु प्रसन्न रहना कितना श्रेष्ठ बात है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അതിന് പ്രസന്നമായിരിക്കുന്ന എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ? अगर प्रभु अगर प्रसन्न नहीं रहेगा तो കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രസന്നമാണ് അല്ലെങ്കിൽ हमें आनंद काल के जीवन के लिए नुकसान है। അതായത് നിത്യതയിൽ നമ്മൾ വരുമ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു നഷ്ടം നമുക്ക് സഹിക്കേണ്ടി വരും. आपको मालूम है कि मतलब जब प्रभु को प्रसन्न करना है तो उसी इब्रानियों 11:6 में लिखा है, കർത്താവിനെ നമ്മൾ പ്രസാദിക്കണമെങ്കിൽ അതേ എബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കുന്നത് Hebrews chapter 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. और विश्वास बिना उसे प्रसन्न करना अनहोना है. देखिए, इसका मतलब प्रभु को प्रसन्न करने वाला मार्ग विश्वास की मार्ग है। അതുകൊണ്ട് കർത്താവിനെ പ്രസന്നിപ്പിക്കാനുള്ള വഴിയാണ് വിശ്വാസം മുഖാന്തരം. इसका मतलब हमारे जीवन में हमें इस बात को जानना है आज मेरे जीवन में प्रभु को प्रसन्न करने लायक मैं उस विश्वास की यात्रा करता है क्या? അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ശോധന ചെയ്യേണ്ട അല്ലെങ്കിൽ ശരിക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ഞാൻ വിശ്വാസം മുഖാന്തരമാണോ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്? आपको मालूम है विश्वास क्या है? കാരണം നമുക്ക് അറിയാലോ വിശ്വാസം എന്താണ്. वचन जो भी कहता है वो सब सत्य मान करके मानना. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വചനം സംസാരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം സത്യമാണ്, അതിന് അനുസരിക്കുക അല്ലെങ്കിൽ അത് വിശ്വസിക്കുക തന്നെയാണ് യഥാർത്ഥ വിശ്വാസം. അമ്മേ, आपको समझ में आया ना? നിങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. प्रभु का वचन में जो भी बात बताया है वो सब बात सत्य है. കർത്താവിന്റെ വചനത്തിൽ എന്തോ എഴുതിയിരിക്കുന്നോ അതെല്ലാം കാര്യങ്ങൾ സത്യമാണ്. और उसको मानना, उसको बोलता है विश्वास. ആ സത്യത്തിന് അതിനെ അനുസരിക്കുന്നതാണ് വിശ്വാസം. ये विश्वास के लिए 3 बात जरूरी है. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ज्ञान चाहिए, അതിന് ജ്ഞാനം വേണം, अंगीकार चाहिए, അതിന് സ്വീകരണം വേണം, समर्पण चाहिए. അതിന് സമർപ്പണം വേണം. ये तीनों अगर इस विश्वास में है तो आप पक्का विश्वासी है, मजबूत विश्वासी है, आपका सच्चा विश्वास है. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയായി നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ഒരു സത്യവിശ്വാസിയാണ്, യഥാർത്ഥ വിശ്വാസി. വിശ്വാസം നടക്കുന്നത് നിങ്ങൾ തന്നെയാണ്. मैं और एक बार आपको बताता हूँ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, है ना, उसका ज्ञान चाहिए, അതിന് ജ്ഞാനം വേണം, उसका अंगीकार चाहिए, അതിന് അംഗീകാരം സ്വീകരണം വേണം, उसका समर्पण चाहिए. അത് കഴിഞ്ഞിട്ട് സമർപ്പണം വേണം. ये तीनों बात अगर आपके विश्वास के अंदर है तो आपका विश्वास एकदम पक्का और सही विश्वास, मजबूत विश्वास. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വിശ്വാസത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയായ വിശ്വാസമാണ്, അത് ശക്തമായ വിശ്വാസമാണ്, നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസത്തിൽ നടക്കുന്നു. तो इसका मतलब आज मेरा जीवन में मैं प्रभु को प्रसन्न करने वाला एक जीवन बिता पा रहा है कि नहीं, ये बात को जान. അതുകൊണ്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നല്ല ശരിയായ വിശ്വാസത്താൽ കർത്താവിനെ പ്രസാദിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കണം. अभी कुरिन्थ मंडली के लोगों को पत्र लिखा है तो इसराइल के बारे में प्रभु दास बोलता है
उनमें बहुतों में प्रभु प्रसन्न नहीं हुआ। കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ അവിടെ അവരുടെ അപ്പൊ ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് പൗലോസ് എന്തോ പറയുന്നത്, അതിൽ നിന്ന് അനേക പേരിൽ കർത്താവ് പ്രസന്നമായിട്ടില്ലായിരുന്നു. तो अभी हमें प्रसन्न प्रभु को करवाने के लिए प्रभु ने कुछ बात बताया, मैं उसमें जल्दी आपको बताता हूँ. അപ്പൊ അവന് കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള ചില വഴികൾ കർത്താവ് വചനം മുഖാന്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കാം. मैं बहुत तो ज्यादा विस्तार से बताऊंगा नहीं, അത് ആഴമായിട്ട് ഞാൻ പറയുന്നില്ല, क्योंकि बहुत बातें मतलब हम लोग इससे पहले भी कई क्लास में चिंतन किया. थोड़ा अलग कुछ बात शब्द को लेकर के मैं आपको बताना चाहता हूँ. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വേറെ വാക്യങ്ങൾ എടുത്ത് വേറെ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Okay, इब्रानियों 12 अध्याय का 28 वचन में जब हम देखता है, എബ്രായ ലേഖനം 12:28, इब्रानियों 12 अध्याय का 28 वचन Hebrews chapter 12 verse 28. लिखा है ना वचन. ओके, मुझे मालूम है कई लोग लिखने में थोड़ा धीमा है. ഓക്കെ, അപ്പോൾ यहाँ हम देखते हैं कि ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. इस कारण हम इस राज्य को पाकर जो हिलने का नहीं, कृतज्ञ हो और भक्ति और भय सहित परमेश्वर की ऐसी आराधना करे जिससे वह प्रसन्न होता है. आपको सबको मिल गया. यहाँ पर प्रभु को प्रसन्न करने के लिए क्या करना चाहिए? ഇവിടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? आपको मालूम है भविष्य में हमें कभी ना हिलने वाला टलने वाला एक राज्य मिलने के लिए जा रहा है. കാരണം ഭാവിയിൽ നമുക്ക് ഒരിക്കലും മാറ്റം വരാത്ത ഒരു രാജ്യം നമുക്ക് കിട്ടാൻ പോവാണ്. मैं ये सोचता हूँ, ഞാൻ ചിന്തിക്കാറുണ്ട്, इस छोटा सा जीवन में उस अनंत काल में मिलने वाला और राज्य का बारे में अभी आपको मालूम है 1000 साल का राज्य, इसके बाद में अनंत काल, नया यरूशलेम में, ये सारे बात कितना गहरी बात है. അത് പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 വർഷത്തിന്റെ രാജ്യം കിട്ടും. അത് കഴിഞ്ഞിട്ട് പുതിയ യെരുശലേം ഉണ്ട്, നിത്യതയുള്ള ഈ പുതിയ യെരുശലേം ഉണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ വിശ്വാസികൾക്ക് കിട്ടാൻ പോവല്ലേ? 1000 साल का राज्य तक आपको मालूम है एक बड़ा तोहफा है. 1000 വർഷത്തിന്റെ രാജ്യം കിട്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ്. इसलिए इस छोटा जीवन में एक विजयी जीवन बिताना, एक प्रभु को प्रसन्न करने वाला जीवन बिताना, ये लक्ष्य हमारा रहना जरूरी बात. അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് ഒരു വിജയകരമായ ജീവൻ ജീവിക്കാനുള്ള ലക്ഷ്യം നമ്മൾ എപ്പോഴും വെക്കണം. कई बार लोगों को लगता है कि मेरा उद्धार हुआ है, अभी कुछ शब्दों को वो लोग मतलब गलत रीति में समझा होगा, क्योंकि हमारा परिश्रम का कोई जरूरत नहीं, हमारा मेहनत का कोई जरूरत नहीं. प्रियो, जिस बात में प्रभु ने दिया हुआ जिम्मेवारियों को निभाने के लिए परिश्रम और मेहनत और उत्साह चाहिए. നമ്മൾ ചിലവർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, വിശ്വാസം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യണ്ട, ഇനി അധ്വാനിക്കണ്ട, ഇങ്ങനെയൊക്കെ ഒരു ചില വാക്കുകൾ എടുത്ത് അതിന് തെറ്റായ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ വിശ്വാസത്തോടെ നമുക്ക് ശ്രമിച്ച് നമ്മൾ ഓടണം എന്നുള്ള കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യണം. इसहाक का योग्य पत्नी को ढूंढ कर गया हुआ एलियासर, आपको मालूम है ये सब एक दृष्टांत है. एक छाया में अभी एलियासर प्रभु यीशु मसीह का छाया है, सॉरी इसहाक यीशु मसीह का छाया है, एलियासर पवित्र आत्मा का छाया है, और उसका होने वाला पत्नी कौन है? मंडली. और वो मंडली कैसे होना चाहिए, क्योंकि उन्होंने निर्णय लिया मैं पानी मांगूंगा तो वो बोलना चाहिए, उसको नहीं बोलेगा ऊँट को भी दे दो, लेकिन वो बोलना चाहिए आपने पिया ना, अभी आपके साथ जो ऊँट है उनको भी पिलाता हूँ. അപ്പൊ നമുക്കറിയാലോ, എലിയാസാർ നമുക്ക് ഇസാക്കിന് വേണ്ടിയിട്ട് തക്ക തുണ അന്വേഷിക്കാൻ പോയപ്പോൾ നമ്മളറിയാം, പഴയ നിയമത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ഛായ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പഴയ നിയമത്തിൽ അത് എലിയാസാറിനെ പറ്റി പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. ഇസാക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവാണ്. തക്ക തുണയായ റബേക്കാനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സഭേനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പൊ എലിയാസാറിന്റെ ചിന്ത എന്തായിരുന്നു? ഞാൻ ഒരു നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏതൊരു സ്ത്രീ എനിക്ക് വേണ്ടിയിട്ടും എന്റെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം തരും, ഇത് തന്നെ ദൈവത്തിൽ നിന്നാണെന്നുള്ള അവൻ ആ നിശ്ചയം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവനറിയാം ഞാൻ എന്റെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കണം എന്ന് അവൻ പറയില്ല, എന്നാൽ ഏത് സ്ത്രീ എനിക്കും എന്റെ മൃഗങ്ങൾക്ക് വെള്ളം തരും അവൾ തന്നെ ആയിരിക്കും എന്നുള്ള നിശ്ചയത്തോടെയാണ്, അങ്ങനെയാണ് വിശ്വസിച്ചത്. കാരണം അതിന്റെ അർത്ഥം എന്താ? കർത്താവുമായിട്ട് ഒരു ഉടമ്പടി കെട്ടുവാണ്. मतलब मेरा स्वामी का बेटे का पत्नी बहुत मेहनती होना चाहिए, हार्ड वर्क करने वाला उत्साही होना चाहिए. അതിനർത്ഥം എന്താ? എന്റെ സ്വാമിയുടെ, എന്റെ യജമാനന്റെ മകന് വേണ്ടിയിട്ട് തക്ക തുണ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന ആ സ്ത്രീ എന്തായിരിക്കണം? അവള് എപ്പോഴും അധ്വാനിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം. വെറുതെ ഇരിക്കുന്നവൾ ഇച്ചിരി അധ്വാനം ചെയ്യണം. കാരണം നമ്മൾ വീട്ടിൽ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വെള്ളം പോലും കൊടുക്കാൻ അവസ്ഥ ചെയ്യുന്നില്ലെങ്കിൽ അത് എത്ര ദുഃഖമുള്ള അവസ്ഥയല്ലേ?
उधर जाएगा तो उन लोग उस तरफ देखेगा ही नहीं, कोई पानी भी नहीं, चाय भी नहीं, कुछ भी नहीं. कितना दुखदायी बात है. ചില ദാസന്മാരുടെ വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ വിഷയത്തിൽ കാരണം അവർ കിച്ചണിലോട്ട് നോക്കത്തില്ല. കാരണം അറിയാം വെള്ളവും കിട്ടത്തില്ല, ചായയും കിട്ടത്തില്ല, ഒരു അതിഥി സൽക്കാരം കിട്ടത്തില്ല. प्रभु ने मुझे एक अच्छा रिबेका दिया. അല്ല കർത്താവ് എനിക്ക് നല്ലൊരു റിബേക്ക തന്നു. आने वाला सबको वो सेवा करता है. കാരണം വരുന്നവർ എല്ലാവർക്കും അവർ നല്ലതായിട്ട് സേവിക്കുന്നുണ്ട്. ആമേൻ. वो घर में आने वाला सबका ये अनुभव है. കാരണം ഈ വീട്ടിൽ വരുന്നവർ എല്ലാവർക്കും അത് അനുഭവവും സാക്ഷ്യമായിട്ടുണ്ട്. ആമേൻ. अगर ऐसा नहीं है तो फिर वो सेवकाई में बहुत बड़ा बाधा होता അത് है. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. लोग बोलेगा प्रभु का दास का घर में जाता है तो पानी तक नहीं पूछता. കാരണം ചിലവർ പറയും അയ്യോ ദേവദാസന്റെ വീട്ടിൽ പോയി അവർ വെള്ളം പോലും ചോദിക്കുന്നില്ല. ആമേൻ. प्रभु की कृपा से ऐसा कुछ और नहीं दिया. എന്ന ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെയൊന്നും നടത്താൻ കർത്താവ് അനുവദിച്ചില്ല. अभी मैं बोलने का अर्थ यह है, എന്റെ പറയാൻ ഉദ്ദേശം रिबेका मंडली का एक छाया है. റിബേക്ക എന്ന് പറയുമ്പോൾ സഭയുടെ ഒരു ഛായമാണ്. तो अभी उसको सिर्फ मतलब एलियासर ने सिर्फ पानी पूछा पीने के लिए. കാരണം എലേസർ ആ സമയത്ത് അവൻ എനിക്ക് വെള്ളം തായോ എന്ന് ഇങ്ങനെ ചോദിച്ച മാത്രമേ ഉള്ളൂ. वो उसको एकदम खुशी से उसको दे दिया. എന്നാ അവൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ വെള്ളം നിറച്ച് കൊടുത്തു. इसके बाद में वो देखा അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ उसके साथ एक ऊँट नहीं, അത് കൂടെ मतलब ഒട്ടകം, ഒരു ഒട്ടകം ഇല്ലായിരുന്നു, 10 ऊँट था. 10 ഒട്ടകൾ ഉണ്ടായിരുന്നു. कितना? 10 എണ്ണം. आपको मालूम है एक ऊँट कम से कम नॉर्मल 200 लीटर पानी पीता है. കാരണം ഒരു മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായിട്ട് 10 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കും. 200 लीटर. സോറി 200 ലിറ്റർ വെള്ളം കുടിക്കും. मैं राजस्थान में रहा है, मुझे मालूम है. കാരണം ഞാൻ രാജസ്ഥാനിൽ താമസിച്ചിട്ടുണ്ട്, എനിക്കറിയാപ്പെട്ട ഒട്ടകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്. एक ऊँट एक टाइम पर 200 लीटर तक पानी पीता है. ഒരു ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 200 ലിറ്റർ വരെ വെള്ളം കുടിക്കാറുണ്ട് ഒരു സമയത്ത്. अभी उसको तसल्ली आता है. അപ്പോഴേ അത് തൃപ്തമാവുള്ളൂ. ऐसे है तो अभी इधर 10 ऊँट है. അപ്പൊ അവിടെ നോക്കിക്കേ എലിയാസാറിന്റെ കൂടെ 10 മൃഗങ്ങൾ ഉണ്ടായിരുന്നു. कम से कम 2000 लीटर पानी चाहिए. അപ്പൊ എന്തായാലും ഒരു 2000 ലിറ്റർ എങ്കിലും വെള്ളം വേണ്ടേ? आप सोचो अभी उसके पास जो मटका है, അവളെ ചിന്തിച്ചു നോക്കിക്കേ, അവളുടെ കയ്യിലിരിക്കുന്ന ആ പാത്രം. अभी आपको मालूम है उस समय का कुआं में वो सीढ़ी रहता है. आपको मालूम होगा वो सीढ़ी उतरना चढ़ना बोलेगा तो कितना तकलीफ है. നമുക്കറിയാം പണ്ടത്തെ സമയത്ത് കാലത്ത് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ട്. അത് ഇറങ്ങി പോകണം, കയറണം ഇങ്ങനെ ഈ രീതിയിലാണ് വെള്ളം കോരുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഒരു 40 सीढ़ी ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ सोचो कि 40 सीढ़ी है, उससे भी ज्यादा होगा, അതിനേക്കാളും കൂടുതലായിരിക്കാം. तो कम भी हो सकता है. ചിലപ്പം കുറവാകാനും സാധ്യതയുണ്ട്. बोलने का अर्थ क्या है कि अभी आप सोचिए अगर उसके पास जो मटका है, आप सोचिए उसमें 20 लीटर पानी भी आता है. ഉദാഹരണമായിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ 20 ലിറ്റർ മാത്രമേ വെള്ളം കയറ്റാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ तो आप सोचिए ये कितनी बार उसको ऊपर नीचे आना അവൾ पड़ेगा. എത്ര പ്രാവശ്യം മേളിലും താഴെ പോയി കാണുമായിരിക്കും. प्रियो मतलब उसके लिए वो तैयार होगी. 200 बार ये सीढ़ी उतरना चढ़ना बोलेगा तो कितना भारी बात. 200 പ്രാവശ്യം മേളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ശ്രേഷ്ഠ കാര്യമല്ലേ? कितना भयंकर बात है. എത്ര വലിയ കാര്യമല്ലേ അത്? 20 लीटर आता है तो 100 बार उठना नीचे आना ऊपर जाना पड़ेगा. ഒരു പാത്രത്തിൽ 20 ലിറ്റർ വരുവാണെങ്കിൽ 100 പ്രാവശ്യം മേളിലും താഴെ ചെയ്യണം. कम से कम तभी ये 10 ऊँटों को भर पाए. എന്നാലേ ഈ 10 മൃഗങ്ങൾക്ക് വെള്ളം ശരിയായി നിറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. इतना हार्ड काम അത് करना എത്ര വലിയ അധ്വാനമുള്ള കാര്യമാണ്. तो तैयार था. എന്നാൽ അവൾ അത് മനസ്സുണ്ടായിരുന്നു, उसने ऐसे किया. അവള് ചെയ്തു. Amen. आज मंडली भी मतलब प्रभु ये चाहता है कि प्रभु जो भी कहता है प्रियो उसको उत्साह से मानने के लिए हमें उत्साह चाहिए. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവ് സഭയോട് സംസാരിക്കുമ്പോൾ സഭ ആ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള നല്ല മനസ്സോടെ ചെയ്യാനുള്ള തയ്യാറി എപ്പോഴും വേണം. यहाँ पर प्रभु के लोगों के लिए यहाँ पर प्रभु को प्रसन्न करने के लिए कैसे करना है? അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? अब जो हमने पढ़ा इब्रानियों 12:28 ഇപ്പൊ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 12:28 जो ना थोड़ा वापस उसका पढ़ाएंगे. इस कारण हम इस राज्य को पाकर जो हिलने का नहीं कृतज्ञ हो और भक्ति और भय सहित परमेश्वर की ऐसी आराधना करे जिससे वह प्रसन्न होता है. भक्ति और भय सहित. ഭക്തിയോടും ഭയത്തോടും. कितना बड़ी बात है. ഇത്ര വലിയ കാര്യമല്ലേ? और एक आभार भरा दिल के साथ. അപ്പൊ ഒരു സന്തോഷമായ ഒരു ഹൃദയത്തോടെ. मतलब क्योंकि हमें ना
टलने वाला एक नगर मिलने जा रहा है। കാരണം രാജ്യം മാറ്റമല്ലാത്ത ഒരു രാജ്യം നമുക്ക് കിട്ടാൻ പോവാണ്. अभी इसका मतलब हम लोग आज हम प्रभु का जो भक्ति करता है इस प्रकार का भक्ति करता है करके अपने आप को पूछना. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിശ്വാസ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ഏത് പ്രകാരമുള്ള ഭക്തിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം. आज हम कितनी बार प्रभु का वचन सुनने के टाइम पर भी अनसुनी करते हैं. നമ്മൾ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അത് കേട്ടില്ലാതെ പോലെ നമ്മൾ ജീവിക്കുന്നു. प्रभु का वचन सुनने के समय में ध्यान से नहीं सुनता. നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാറില്ല. इस प्रभु का वचन को सुन करके मुझे उसको मानना है, मेरे जीवन में अमल करना है, उस विचार में वो भावना में नहीं सुनता. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ വചനം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അനുസരിക്കണം, വചനം അനുസരിച്ച് എനിക്ക് നടക്കണമുള്ള ആ ചിന്തയിലല്ല നമ്മൾ കേൾക്കുന്നത്. आज के दिन प्रभु मेरे जीवन से मतलब प्रभु का नापसंद का कोई बात है तो वो मतलब दूर करने के लिए कहता है, तो कौन कौन सी बात है ये ध्यान देना चाहिए. ഇന്നത്തെ ദിവസം കർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കാണും. ആ കാര്യങ്ങൾ എന്താണ് ദൈവം എന്നെ മനസ്സിലാക്കിയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് കർത്താവ് പറയുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. नहीं तो प्रभु का इच्छा हमें वचन के द्वारा प्रकट करके देना होगा. वो इच्छा पूरा करने की उत्साह चाहिए. അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, വചനപ്രകാരം മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി അതേ ഇഷ്ടത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഉത്സാഹം വേണം. प्रभु को प्रसन्न करने लायक ദൈവത്തിന് പ്രസാദിപ്പിക്കാനുള്ള ജീവിതം. हम जो भी काम करता है वो प्रसन्न करने लायक होना चाहिए. കാരണം നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തി. अनेक लोग प्रभु को प्रसन्न नहीं कर पाए. എന്നാൽ അനേകർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. क्यों नहीं कर पाएगा? എന്തിനങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല? अब रोमियो 8 अध्याय का 8 वचन पढ़ेगा तो റോമാലേഖനം 8:8 റോമൻസ് ചാപ്റ്റർ 8:8 बहुत हल्की രീതി में पावर लिखा है. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. और जो शारीरिक दशा में है वे परमेश्वर को प्रसन्न नहीं कर सकते. देखा, इसका मतलब अगर मैं शारीरिक दिशा में रहेगा അപ്പൊ ഞാൻ ജഡത്തിന്റെ സ്വഭാവത്തിലാണെങ്കിൽ तो मैं कभी भी प्रभु को प्रसन्न नहीं कर पाएगा. ഞാൻ ജഡത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. हम लोगों को मालूम है कि शारीरिक दिशा में रहने वाला व्यक्ति प्रभु का वचन को सही रीति में वो समझने के लिए वो आत्मा का अधीन नहीं है. കാരണം നമുക്കറിയാം നമ്മുടെ ജഡീകന്മാർക്ക് കർത്താവിന്റെ വചനത്തിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഗ്രഹിപ്പിക്കാനുമുള്ള സ്ഥിതി അവസ്ഥ അവർക്കില്ല. आज भी आपको मालूम है, आज भी बहुत लोग शारीरिक होने के कारण आत्मिक बातों पर उनको दिलचस्पी नहीं. എന്നറിയാം അനേക വിശ്വാസികൾ ജഡീകന്മാരായോണ്ട് കർത്താവിന്റെ വചനം കേൾക്കാനും അനുസരിക്കുവാനും അതേ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സില്ല. हमारे जीवन में ये बात को जानना है कि मैं आज एक आत्मिक जीवन बिताता है क्या. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ശോധന ചെയ്ത് നമ്മൾ ചോദിക്കണം, ഇന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ആത്മീയ ജീവിതമാണോ ജീവിക്കുന്നത്? एक ही आप आत्मिक है, नहीं तो शारीरिक है. നമ്മൾ ആത്മീകനായിരിക്കും അല്ലെങ്കിൽ ശാരീരികമായിരിക്കും. मतलब क्योंकि आप मंडली जीवन में है इसलिए मैंने ये दो बात बोला. കാരണം നമ്മൾ സഭാ ജീവിതത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ രണ്ട് പ്രകാരമുള്ള വ്യക്തികൾ കാണും. मैं पिछले दिन में आपको बोला था इसके अलावा एक झूठ है जो स्वाभाविक जिसका उदाहरण नहीं हुआ वो बात को बाजू करे. ഇതല്ലാതെ ഒരു മൂന്നാമത്തെ പ്രകാരമുള്ള ഒരു വ്യക്തി വരുന്നത് സ്വാഭാവികമായുള്ളവരാണ്. അവരെന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരെ അല്ല, ആ ഗ്രൂപ്പിനെ മാറ്റി വെച്ചോ. उसमें प्रभु की आत्मा नहीं, അവരിൽ ദൈവത്തിന്റെ ആത്മാവേ ഇല്ല. परंतु आप नया जन्म पाने के बाद में भी आप आत्मिक स्वभाव में नहीं है तो आप शारीरिक स्वभाव में है. शारीरिक स्वभाव में है तो फिर उसका बात क्या है, उसका 5 वचन में लिखा है, वही रोमियो 8 का 5. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും നമുക്കറിയാം നമ്മൾ ആത്മാവിന്റെ അവസ്ഥയിൽ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നില്ലെങ്കിൽ ജഡത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും നടക്കുന്നത്. ജഡത്തിന്റെ അവസ്ഥയിൽ നടക്കുവാണെങ്കിൽ റോമാലേഖനം 8:5 വാക്യം നമ്മൾ വായിക്കുന്നത്, क्योंकि शारीरिक व्यक्ति शरीर की बातों पर मन लगाते हैं परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं. तो हमारा मन लगाना मतलब आज हमारा मन कहाँ पर है? അപ്പൊ നമ്മൾ മനസ്സ് വെക്കുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ഇപ്പൊ ഏത് അവസ്ഥയിലാണ്? शारीरिक बातों पर, നമ്മുടെ ജഡത്തിന്റെ കാര്യങ്ങളാണോ, साथ ही साथ दुनिया की बातों, അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങളാണോ, नाशमान बातों पर, അല്ലെങ്കിൽ നശിക്കുന്നു പോകുന്ന കാര്യങ്ങളാണോ, या हमारा जो वर्तमान समय की बातों पर, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഭാവിയിൽ ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന വസ്തുക്കളുടെ കാര്യങ്ങളാണോ? ऐसा जो भी बातों पर जो मन लगाने वाला वो शारीरिक लोग. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നവരെല്ലാം ജഡികന്മാരാണ്. एक आत्मिक व्यक्ति हमेशा अनंत काल की बातों पर ही ध्यान करेगा. ആമേൻ. കാരണം ഒരു ആത്മീയൻ എപ്പോഴും സ്വർഗീയ കാര്യവും നിത്യതയുള്ള കാര്യങ്ങളിൽ മനസ്സ് വെക്കുള്ളൂ. उसको इस दुनिया की बातें, ये दुनिया की लाभ की बात हो, प्रशंसा की बात हो, मतलब दुनिया की मतलब सुख की बात हो, सब
तुच्छ बात है। അവർക്ക് വേണ്ടിയിട്ട് ആത്മികന് വേണ്ടിയിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ ലാഭം, ലോകത്തിൽ നേട്ടം, ലോകത്തിൽ സ്ഥാനമാനം, ഇതൊന്നും എല്ലാം തുച്ഛമായ കാര്യം. ആ കാര്യങ്ങളൊന്നും അവന് മനസ്സില്ല. वो बात जब प्रेरित पौलुस का अपने जीवन में आपको मालूम है, जब फिलिपियों 3 अध्याय का 7-8 वचन में कहता है कि मानो वो लाभ के बातों को उसने कूड़ा कचरा करके उसको तुच्छ करके बाजू कर दिया, क्योंकि उनका लक्ष्य पूरा अनंत जीवन की बात है। നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 എന്നുള്ള വാക്യം വായിക്കുമ്പോൾ എനിക്ക് ലോകത്തിൽ എന്തെങ്കിലും ലാഭമുണ്ടോ എന്നുള്ള അതിനെല്ലാം ഛേദമായി എണ്ണി എന്നാണ് പൗലോസ് പറയുന്നത്. तो इसका मतलब क्या है कि അപ്പൊ അതിന്റെ അർത്ഥം എന്താ? हमारे जीवन में आज हमें प्रभु को प्रसन्न करना है तो हम जरूर एक शारीरिक अवस्था में नहीं होना चाहिए, आत्मिक अवस्था में होना चाहिए। അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് കർത്താവിനെ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിക്കാനുള്ള അവസ്ഥയിൽ വരണമെങ്കിൽ നമ്മൾ ശരീരമായി ഇരുന്നാൽ നമുക്ക് അത് പറ്റത്തില്ല. നമുക്ക് ആത്മീയരായിരിക്കും. तो अगर ऐसा नहीं है तो അങ്ങനെ ഇല്ലെങ്കിലോ वो बात हमारे जीवन के लिए बहुत बड़ा धोखा हो അത് जाएगा। നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഞ്ചനയായി മാറും. हमें इस बात को जानना है, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്, आज मेरे जीवन में मैं आत्मिक अनुभव में है या शारीरिक अनुभव ഞാൻ में? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ആത്മീയ അനുഭവത്തിലാണോ അല്ലെങ്കിൽ ജഡത്തിന്റെ അനുഭവത്തിലാണോ? प्रभु को प्रसन्न करना, ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ क्या करना चाहिए? നമ്മൾ എന്ത് ചെയ്യണം? मैं आपको इसमें वही रोमियो का पत्री में और एक वचन पढ़ना അതേ चाहूँगा। റോമോ അധ്യായത്തിൽ വേറെ ഒരു വാക്യം കൂടെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. उसका मतलब 12 अध्याय का 12 वचन। റോമാലേഖനം 12:1, റോമൻസ് ചാപ്റ്റർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. इसलिए हे भाइयों, मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूँ कि अपने शरीर को जीवित और पवित्र और परमेश्वर का भावता हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक सेवा है। देखा, एक आत्मिक जन एक आत्मिक सेवा करना है तो क्या करना है? हमारा ये शरीर को प्रभु के लिए संपूर्ण समर्पण करना। അതുകൊണ്ട് ഒരു ആത്മീയ വ്യക്തി ഒരു ആത്മീയ സേവ അല്ലെങ്കിൽ ദൈവത്തിനെ സ്വീകരിക്കുന്ന രീതിയിലുള്ള സേവ ചെയ്യണമെങ്കിൽ അവൻ അവന്റെ ഈ ശരീരത്തിന് യാഗമായി അർപ്പിക്കണം. भैया, आज भी बहुत लोगों ने अपने शरीर को प्रभु के लिए समर्पण ना करने के कारण ये शरीर प्रभु अपना महिमा के लिए इस्तेमाल नहीं कर पाए। ഇന്ന് അനേക വിശ്വാസികൾ നമ്മൾ നോക്കുന്ന അവർ ശരീരത്തിന്റെ കർത്താവിന്റെ പ്രയോജനത്തിന് വേണ്ടി സമർപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് ഈ ശരീരത്തിന്റെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. हमारा एक शरीर का अंग को हमें अर्पण किया होना चाहिए। കാരണം നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അംഗങ്ങളെ അതിനെ അർപ്പിക്കണം. നമ്മൾ वही रोमियो का पत्री में 6 अध्याय में അതേ റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം उसका 19 वचन, അതിന്റെ 19, റോമൻസ് 6:19. मैं तुम्हारी शारीरिक दुर्बलता के कारण मनुष्य की रीति पर कहता हूँ, जैसे तुमने अपने अंगों को कुकर्म के लिए अशुद्धता और कुकर्म के दास करके सौंपा था, वैसे ही अभी ऐसे ही अभी अपने अंगों को अपने अंगों को पवित्रता के लिए पवित्रता के लिए धर्म के दास करके सौंप दो। അതേപോലെ തന്നെ നിങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടി വിശുദ്ധിയും നീതിക്കും വേണ്ടി സമർപ്പിക്കും. हमारा हर एक अंगों को, शरीर का एक Yes. अंगों को हमें उस पवित्रता के लिए क्या करना चाहिए? प्रभु को सौंपना, समर्पण करना। അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അംഗത്തിന് നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ശരീരത്തിന്റെ ഓരോരോ അംഗത്തിന് കർത്താവ് സന്നിധിയിൽ സമർപ്പിക്കണം. हमारा एक अंग को प्रभु उपयोग करने लायक पवित्र जीवन के लिए समर्पण करना। കാരണം നമ്മുടെ ഓരോരോ ജീവിതത്തെ ഓരോരോ അംഗങ്ങളെ ദൈവം ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും സമർപ്പിക്കണം. हम अपने पात्र को कैसे जीत सकता है? നമ്മൾ ഈ പാത്രത്തിന് നമ്മൾ എങ്ങനെ ജയിക്കാൻ പറ്റും? बहुत बड़े एक सवाल है। അത് എത്ര വലിയ ചോദ്യമാണ്. आपको मालूम है कि मनुष्य को प्रभु एक बर्तन या पात्र का रूप में इस्तेमाल करता है। കാരണം നമുക്കറിയാം ദൈവം മനുഷ്യനെ ഉപയോഗിക്കുമ്പോൾ ഒരു പാത്രത്തിന്റെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. वो पात्र को हम कैसे जीत सकता ഈ है? പാത്രത്തെ നമ്മൾ എങ്ങനെ നേടാൻ പറ്റും? जब पहला थेसलोनिकियों 4 अध्याय उसकी 5 वचन अगर पढ़ेगा तो पहला थेसलोनिकियों 4 अध्याय का 5 वचन, 1 തെസ്സലോനിക്കർ 4:5. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഹിന്ദിയിലെ 4 ആണ്, മലയാളത്തിൽ 5 ആണ്. മലയാളം में 5 है। ओके। और तुम में से हर एक पवित्रता और आदर के साथ अपने पात्रों को प्राप्त करना चाहे। पवित्रता और आदर, വിശുദ്ധിയിലും മാനത്തിലും. बहुत बड़ी बात है। ഈ വിഷയത്തിൽ നമ്മൾ പാത്രത്തിനെ നേടണം. देखो, अगर हम प्रभु में आने के बाद में एक पवित्र जीवन नहीं बिताता है तो हम प्रभु को प्रसन्न करने वाला सवाल ही नहीं। കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു വിശുദ്ധ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. प्रभु हमको इस्तेमाल भी नहीं कर सकता, കർത്താവ് നമുക്ക് പിന്നെ ഉപയോഗിക്കത്തില്ല. क्योंकि उसका 3 वचन में लिखा है, അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ.
क्योंकि परमेश्वर की इच्छा यह है कि तुम पवित्र बनो। हाँ बस बस अभी सबसे बड़ी बात है कि हमें अपनी पवित्रता के द्वारा हमें अपने पात्र को जीतना है. കാരണം അവിടെ പറയുന്നത് നമ്മുടെ വിശുദ്ധി മുഖാന്തരം അല്ലെങ്കിൽ ആ വിശുദ്ധി മുഖാന്തരം നമ്മൾ നമ്മുടെ പാത്രത്തിനെ നേടണം. अभी हमारे जीवन का लक्ष्य क्या होना? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? प्रभु को प्रसन्न करना ദൈവത്തെ പ്രസാദിപ്പിക്കണം. है ना. किसी भी प्रकार प्रभु को प्रसन्न करना. നമ്മൾ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും കർത്താവിനെ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. अभी आपको मालूम है जब प्रेरित पौलुस को जब चुना तो प्रभु ने क्या बोला था? നമുക്കറിയാലോ കർത്താവ് പൗലോസിനെ തെരഞ്ഞെടുത്തപ്പോൾ അപ്പൊ കർത്താവ് എന്തോ പറഞ്ഞേ? प्रेरितों का उसका 9 अध्याय का 15 वचन में അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 9:15 Acts chapter 9 verse 15. परंतु प्रभु ने उससे कहा, तू चला जा, क्योंकि वह तो अन्य जातियों और राजाओं और इस्राएल के सामने मेरा नाम प्रकट करने के लिए मेरा चुना हुआ पात्र है. देखा क्या बोला? मेरा चुना हुआ पात्र. എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. मतलब प्रभु अपने सामर्थ्य अपने चुना हुआ बर्तनों में उंडेलता है. കാരണം കർത്താവ് അവന്റെ ശക്തി അവന്റെ മഹത്വം അവന്റെ ആ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രത്തിലാണ് കാണിക്കുന്നത്. प्रभु अभी हम उसके लिए लायक ही नहीं था. നമ്മൾ അതിനു വേണ്ടിയിട്ട് യോഗ്യന്മാരല്ലായിരുന്നു. നമ്മള് रोमियो का पत्री में भी ऐसा एक शब्द पढ़ता है. റോമാ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കാറുണ്ടല്ലോ. हमें एक पात्र के रूप में वहां पर वर्णन किया है. നമ്മളൊരു പാത്രത്തെ പോലെയാണ് നമ്മൾ അവിടെ വർണ്ണിച്ചത്. उसका 20 वचन पहले पढ़ेंगे. उसका 9 अध्याय रोमियो 9 अध्याय का 20 वचन. रोमा लेखन 9:20 रोमन्स 9:20. हे मनुष्य, भला कौन है जो परमेश्वर का सामना करता है? क्या गढ़ी हुई वस्तु गढ़ने वाले से कर सकते हैं? तूने मुझे ऐसा क्यों बनाया है? तुझे मुझे क्यों ऐसे बनाया? मतलब बर्तन बनाने वालों को ये बर्तन पूछ सकता है क्या तूने मुझे ऐसे क्यों बनाया? അപ്പൊ പാത്രം ഉണ്ടാക്കുന്നവനോട് ഈ പാത്രം ചോദിക്കുവാണ്, പാത്രം ഉണ്ടാക്കുന്നവൻ എന്നെ എന്തിന് ഈ രീതിയിൽ ഉണ്ടാക്കിയെന്ന് പാത്രം ഒരിക്കലും പാത്രം ഉണ്ടാക്കുന്നവനോട് ചോദിക്കാൻ പറ്റുമോ? पूछने का सवाल नहीं संभव. അങ്ങനെ ചോദിക്കാൻ പാത്രത്തിന് അധികാരമില്ല. इसका मतलब अभी हम लोग जब बनाया गया था उस समय के अनुसार देखेगा तो हम क्रोध की पात्र था. കാരണം ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായി പോയി? നമ്മൾ കോപത്തിന്റെ പാത്രമായി മാറി. उसका 22 वचन पर ध्यान दीजिए. അതിൽ 22-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ तो इसमें कौन सी आश्चर्य की बात है कि परमेश्वर ने अपना क्रोध दिखाने और अपनी सामर्थ प्रकट करने की इच्छा से क्रोध के बर्तन को जो विनाश के लिए तैयार किए गए थे, विनाश के लिए वो बर्तन तैयार किया गया था. बड़े धीरे से सही प्रभु बहुत धीरे से सगा और दया के बर्तन पर जिन्होंने उन्होंने महिमा के लिए पहले से तैयार किया. देखा वो बर्तन को अभी प्रभु ने क्या किया? दया की बर्तन बनाया. ക്രോധത്തിന്റെ പാത്രത്തിനെ കർത്താവ് 23-ാം വാക്യത്തിൽ ദയയുടെ പാത്രമാക്കി. देखा आप देखिएगा. നമ്മൾ നോക്കണം, हम सिर्फ क्रोध का ही पात्र था. നമ്മൾ ആദ്യം ക്രോധത്തിന്റെ പാത്രമായിരുന്നു. लेकिन हमें प्रभु ने क्या किया? ദൈവം നമ്മളെ എന്ത് ചെയ്തു? प्रभु का दया का पात्र बनाया. ദൈവത്തിന്റെ കൃപയും ദയയും നമ്മുടെ മേളിൽ ആയതുകൊണ്ട് അവന്റെ ആ ദയയുടെ പാത്രമായി മാറി. ആമേൻ. मैं आपको बताना चाहता हूँ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, हमारे जीवन में हम इतना अनुग्रह पाया. अभी एक समय के अनुसार प्रेरित पौलुस एक प्रभु का क्रोध का पात्र था. നമ്മൾ ഇത്ര കൃപ ലഭിച്ചവരാണ് പ്രിയപ്പെട്ടവർ. കാരണം ഒരു സമയത്ത് പൗലോസിനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ കോപപാത്രമായിരുന്നു. परंतु उसने उसको एक करुणा का बर्तन बनाया. ദൈവം അവനെ കൃപയുടെ പാത്രമാക്കി മാറ്റി. प्रभु बोलता है कि वो मेरे नाम को जातियों के बीच में भी, राजाओं के बीच में भी, बड़े बड़े लोगों के बीच में मेरा गवाह बनने के लिए मैंने चुना हुआ मेरा पात्र है. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പൗലോസിനെ പറ്റി, അവൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. കാരണം അവൻ ലോകത്തിലും രാജാവിന് മുമ്പിലും അധികാരത്തിന് മുമ്പിലും എന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം. कितना अनोखा बात है. എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ അത്? अरे इसलिए प्रेरित पौलुस जब दूसरा कोरिन्थी 8 अध्याय 5 अध्याय 8 वचन में 2 കൊരിന്ത്യർ 5:9 2 Corinthians 5:9 അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. പ്രയോഗ പ്രിയം. इस कारण हमारे मन की उमंग यह है कि चाहे साथ रहे चाहे अलग रहे, पर हम उसे भाते रहे. भाते रहे मीन्स प्रसन्न करते हैं. हमारे जीवन में हमें जितना भी अवसर जो मिलता है, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് എത്ര ജീവിക്കുന്ന സമയത്ത് എത്ര അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ सारे अवसर में हमारे जीवन में एक ही लक्ष्य होना चाहिए. ഈ എല്ലാ അവസരങ്ങളും കിട്ടുമ്പോൾ അതിന്റെ ലക്ഷ്യം, അതിന്റെ പുറകിൽ ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം. किसी भी कारण में प्रभु को प्रसन्न करें. ഞാൻ ഏത് അവസ്ഥയിലും ഞാൻ എന്റെ കർത്താവിനെ എങ്ങനെയും പ്രസാദിപ്പിക്കണം. प्रियो, आज अधिकतर सेवा हम देखते हैं कि लोग कैसे भी मनुष्य को खुश करके, मनुष्य से मानव तारीफ पा करके
मनुष्यों के सामने अपने आप को अच्छा दिखाना चाहते हैं। ഇന്ന് ജനങ്ങളുടെ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ പ്രസാദിപ്പിക്കണം, ഈ മനുഷ്യന്മാര് വന്നിട്ട് നല്ല കാര്യം ചെയ്തു എന്നുള്ള പറയും, ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മുമ്പിൽ വലുതാക്കാൻ നോക്കുക. परंतु प्रेषित पौलुस पहला थिस्सलुनीकियों दूसरा अध्याय का 4 वचन में एक बात कहता है। എന്നാൽ 1 തെസ്സലോനിയർ 2:4 നമ്മൾ വായിക്കുമ്പോൾ ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4 उसकी मतलब ഓക്കെ 4 വചൻ പടയുക. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ദൈവത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. हमारे हृदय को परखने वाला वो परमेश्वर को प्रसन्न करने के लिए हम बात किया. इसमें मनुष्य को नहीं परंतु परमेश्वर को जो हमारे मनों को जांचता है प्रसन्न करते हैं. देखिए, हमारा मनों को जांचने वाला परमेश्वर को प्रसन्न करता है. നമ്മുടെ ഹൃദയത്തിനെ പരിശോധിക്കുന്ന ആ ദൈവത്തിനെ നമ്മളെ പ്രസാദിപ്പിക്കുന്നു. प्रेज़ द लॉर्ड. ആമേൻ. कितना गहरी बात है. എത്ര ആഴമുള്ള കാര്യമല്ലേ. हम जब भी ये जो संदेश आप तक जो देता है, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ സന്ദേശം നിങ്ങൾക്ക് തരുമ്പോൾ एक बात आपको बताना चाहता ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, हूं. अभी प्रभु के बीच में, प्रभु के उपस्थिति में रहकर हम ये बातें कर रहे हैं. കാരണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയും കർത്താവിന്റെ ഉപസ്ഥിതിയിലാണ് ഇത് കാര്യങ്ങളെല്ലാം പറയുന്നത്. प्रभु हमारे हृदय को देखता है. ദൈവം നമ്മുടെ ഹൃദയത്തിനെ നോക്കുന്നു. हमारे जीवन का लक्ष्य क्या है? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? इस वचन सुनने वाला लोगों में मसीह प्राप्त होकर के मसीह के रूप बनना चाहिए, इसलिए ये सेवा में प्रभु प्रसन्न है. ഈ വചനം മുഖാന്തരം ഈ കേൾക്കുന്നവര് വചനം കേട്ടിട്ട് കർത്താവിന്റെ രൂപത്തിൽ അനുരൂപരാക്കാനുള്ള ഈ ഉദ്ദേശത്തിൽ നമ്മൾ വചനം പറയുമ്പോൾ അത് ദൈവത്തിനെ പ്രസാദിക്കുന്ന ഒരു കാര്യമാണ്. आज बहुत से लोग जो प्रचार करता है, പക്ഷെ ഇന്ന് അനേകർ വചനം പ്രസംഗിക്കുമ്പോൾ लोगों को खुश करने के लिए, അവർ ലോകത്ത് ജനങ്ങളെ പ്രസാദിപ്പിക്കാൻ, വന്ന് കേൾക്കുന്നവർക്ക് പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. तुमको चंगाई मिलेगा, നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും, സൗഖ്യം കിട്ടും, तुमको घर मिलेगा, നിങ്ങൾക്ക് വീട് കിട്ടും, तुमको अच्छा नौकरी मिलेगा, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, तुम्हारा अच्छा शादी हो जाएगा, നല്ല വിവാഹം നടക്കും. ये दुनिया की बातों को अभी ये सब सुनेगा तो ये भी दुनिया के जीवन की यात्रा में जिन लोगों को जरूरत है वो सुनने के टाइम पर, और ये बात सुनने के लिए सबको बुला करके वो सुनाएगा. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, ലോകത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ ആൾക്കൂട്ടമാണ്. കാരണം ലോകത്തിന്റെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ജനങ്ങൾ പറയും, ഇത് എന്റെ ലോകത്തിന്റെ കാര്യം, എന്റെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം ഞാൻ കർത്താവിന്റെ സന്നിധിയിലുള്ള എല്ലാം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ മാത്രമല്ല, ആൾക്കാരെല്ലാം നമ്മൾ കൂട്ടി വരും. परंतु उसमें प्रभु प्रसन्न है क्या? എന്നാൽ ഇങ്ങനെ രീതിയിലുള്ള പ്രവൃത്തിയിൽ ദൈവം പ്രസാദമാണോ? प्रेषित पौलुस गलातिया मंडली को लिखने के टाइम पर गलातियों का पत्री उसका पहला अध्याय का 10 वचन में वो कहता है, പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഗലാത്യ ലേഖനം 1:10, ഗലേഷ്യൻസ് ചാപ്റ്റർ 1:10, अब मैं क्या मनुष्य को मानता हूँ या परमेश्वर को? क्या मैं मनुष्य को प्रसन्न करना चाहता हूँ? यदि अब तक मनुष्य को ही प्रसन्न करता रहता तो मसीह का दास न होता. देखा वो अपने आप को क्या कहता है? അവരെന്തോ പറയുന്നത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഇത്ര നല്ല കാര്യമല്ലേ? आज मैं इसको प्रसन्न करने के लिए प्रयास में, ഇന്ന് ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കാൻ ഞാൻ നോക്കുന്നത്? मनुष्य को प्रसन्न करके जो भी काम करेंगे उसमें वो कभी भी प्रभु प्रसन्नता नहीं पाएगा और वो दोषी ठहरेगा. കാരണം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളാണെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കുറ്റവാളിയായി മാറും. आज मेरे जीवन में मैं प्रभु को प्रसन्न कर पा रहा है कि नहीं, ये बात को जान. അതുകൊണ്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം. अभी मेरे जीवन में आपको मालूम है, जब उत्पत्ति की किताब में उसका 4 अध्याय का 5 वचन में जब हम पढ़ता है, ഉൽപ്പത്തി പുസ്തകം 4:5, जेनेसिस चैप्टर 4 verse 5, परंतु कैन और उसकी भेंट को उसने ग्रहण न किया, तब कैन अति क्रोधित हुआ. सॉरी 4 का 4 पढ़िएगा. 4:4, और हाबिल भी अपनी भेड़ बकरी के लिए एक पहलौठे बच्चे भेंट चढ़ाने ले आया और उसकी चर्बी भेंट चढ़ाई. तब यहोवा ने हाबिल और उसकी भेंट को तो ग्रहण किया, परंतु कैन
कैन और उसकी भेंट को उसके ग्रहण न किया। बस बस अभी यहाँ पर ग्रहण किया, मैंने से प्रसन्न किया, ദൈവം ഇവിടെ പ്രസാദിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. सबको मिल गया ना. നമുക്ക് എല്ലാവർക്കും കിട്ടി കാണും. उत्पत्ति का किताब 4 अध्याय का 4-5 वचन हमने पढ़ा. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 4-5 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. यहाँ पर देखो सबसे पहले मनुष्य का पीढ़ी में सबसे पहले प्रभु को प्रसन्न किया वो व्यक्ति है हाबेल. നമുക്കറിയാം മനുഷ്യ ഗോത്രത്തിൽ ആദ്യമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു വ്യക്തിയാണ് ആബേൽ. इसलिए क्या हुआ, അതുകൊണ്ട് എന്ത് പറ്റി? वो रक्तसाक्षी हो गया. അവൻ രക്തസാക്ഷിയായി മാറി. वो मारा गया. അവൻ മരിക്കപ്പെട്ടു. जो प्रभु को प्रसन्न करके जीवन बिताएगा तो ये अवस्था आज का पीढ़ी में भी हो सकता है. ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ സഹിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. तो यहाँ पर हम देखते हैं कि ये दोनों ने भेंट चढ़ाया. ഇവിടെ നമ്മൾ നോക്കുന്നത് രണ്ടുപേരും ബലി അർപ്പിച്ചു. परंतु हम देखते हैं कि हाबेल में और उसकी भेड़ में प्रभु प्रसन्न हुआ. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ആബേലും ആബേലിലെ അർപ്പണ ബലിദാനത്തിലും ദൈവം പ്രസാദിച്ചു. और दोनों बात बोलता है, और व्यक्ति का भी बात बोलता है और भेड़ का बात भी बोलता है. അപ്പൊ അവിടെ ആ വ്യക്തിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്, ആ വ്യക്തിയുടെ ബലിയെ പറ്റിയും പറയുന്നുണ്ട്. इसका मतलब क्या है, അതിന്റെ അർത്ഥം എന്താ? वो व्यक्ति का दिल एकदम प्रभु को प्रसन्न करने का लक्ष्य में था. കാരണം ആ വ്യക്തിയുടെ മനസ്സ് ദൈവത്തിനെ പ്രസാദിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ് അവൻ ബലിദാനം ചെയ്തത്. उसी प्रकार उसने जो भेड़ लाया वो सबसे अच्छा से अच्छा भेड़ लाया. അതുകൊണ്ട് പിന്നെ അവൻ കാട്ടുകുട്ടി കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ആ മൃഗം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ഉത്തമമായുള്ള ശ്രേഷ്ഠ മൃഗത്തിനെയാണ് കൊണ്ടുവന്നത്. परंतु यहाँ पर कायन पर जब देखता है, എന്നാൽ കൈനെ നമ്മൾ നോക്കുവാണെങ്കിൽ कायन में प्रभु प्रसन्न नहीं हुआ കൈനിൽ ദൈവം പ്രസാദിച്ചില്ല, और वो भेड़ में भी प्रसन्न नहीं. അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. देखो यहाँ पर दोनों बात लिखा है, അവിടെ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. दोनों सेपरेट लिखा है. രണ്ടും രണ്ടായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. कायन में और उसका भेड़ में. കൈനിലും കൈന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. Praise the Lord. क्योंकि प्रभु चाहने वाला वो भेड़ सही में खून बहने वाला भेड़ था. കാരണം ദൈവം ആഗ്രഹിച്ച ബലിദാനം എന്ന് പറയുമ്പോൾ അത് രക്തം ചൊരിയുന്ന ബലിദാനമായിരുന്നു. क्योंकि वो आदम के द्वारा उन्हें वो शिक्षा मिला है. കാരണം ആദാം മുഖാന്തരം ദൈവം അവർക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. उनके सामने जाने के लिए खून चाहिए. കാരണം ദൈവ സന്നിധിയിൽ പോകണമെങ്കിൽ രക്തം ചിന്തേണ്ടത് ആവശ്യമുണ്ട്. Praise the Lord. यहाँ पर भी जो बलि होता है प्रभु यीशु मसीह की सूली की बलिदान का वो विश्वास में वो छाया में. കാരണം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ ചെയ്യുന്ന ഈ ബലിദാനം വരാനുള്ള മഷിയ അല്ലെങ്കിൽ കർത്താവ് മരിക്കപ്പെടാൻ പോവാന്നുള്ള അതിന്റെ ഛായയിലാണ് ഇവിടെ ബലിദാനം ചെയ്യേണ്ടത്. हम देखते हैं कि कायन में वो विश्वास नहीं था. എന്നാൽ നമ്മൾ നോക്കുന്ന കൈനിലോ ആ വിശ്വാസം ഇല്ലായിരുന്നു. कायन विश्वास के साथ आया ही नहीं. കാരണം കൈനാണെങ്കിൽ വിശ്വാസത്താലല്ല വന്നത്. परंतु हाबेल जब आया, എന്നാൽ ആബേൽ വന്നപ്പോൾ विश्वास से लाया. അവൻ വിശ്വാസത്താൽ കൊണ്ടുവന്നു. वो बात आपको मालूम होगा इब्रानियों 11 अध्याय का 4 वचन में. അത് അറിയാലോ, എബ്രായ ലേഖനം 11:4 Hebrews chapter 11 verse 4. आपको मालूम है विश्वासियों के लिस्ट में सबसे पहला नंबर किसका आया? വിശ്വാസത്തിന്റെ വീരന്മാരിൽ ആദ്യത്തെ പേര് ആരുടെയാ വന്നിരിക്കുന്നത്? हाबेल का आया. ആബേലിന്റെ പേരാണ് വന്നത്. उसका 4 वचन में हम देखते हैं कि വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് കായന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, അവന്റെ വഴിപാടിനും സാക്ഷ്യം കൽപ്പിച്ചു. അവനും സാക്ഷ്യമുണ്ട്, അവന്റെ വഴിപാടിനും സാക്ഷ്യമുണ്ട്. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. देखो वहां पर बहुत अनोखा प्रयोग है. विश्वासी से हाबेल ने कैन से उत्तम बलिदान परमेश्वर के लिए चढ़ाया और उसी के द्वारा उसके धर्मी होने की गवाही भी दी गई. देखा, इसका मतलब क्या है कि उसकी जो व्यक्तिगत विश्वास जो है उसको धर्मी गिना जाने का कारण बना. അതുകൊണ്ട് അവന്റെ വ്യക്തിഗത വിശ്വാസം കാരണം കൊണ്ട് അവൻ നീതിമാനായി എണ്ണപ്പെട്ടു. आगे क्योंकि परमेश्वर ने उसकी भेंट के विषय में गवाही दी. देखा, उसका भेड़ का विषय में भी प्रभु ने गवाही दी. അവന്റെ ബലിദാനെ പറ്റിയും കർത്താവ് സാക്ഷ്യം പറയുന്നുണ്ട്. इसका मतलब क्या है कि मतलब उसका बारे में भी गवाही है, उसकी भेड़ के बारे में भी गवाही है. അവനെ പറ്റി സാക്ഷ്യമുണ്ട്, അവന്റെ ബലിദാനെ പറ്റി സാക്ഷ്യമുണ്ട്. कारण क्या है? കാരണം എന്താ? विश्वास के द्वारा. വിശ്വാസത്താൽ. ആമേൻ. बहुत बड़ी बात है. എത്ര ആഴമുള്ള കാര്യമല്ലേ? आज भी हम जो भी काम करेगा हम नहीं करना, विश्वास से यीशु मसीह हमारे जीवन से करना चाहिए. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് വിശ്വാസം മുഖാന്തരമാണ് ചെയ്യേണ്ടത്. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ് ചെയ്യേണ്ടത്. और हर बात में प्रभु को महिमा मिलना चाहिए. എന്നിട്ട് എല്ലാ കാര്യത്തിലും കർത്താവിന് അതിന്റെ മഹത്വം കിട്ടണം. प्रियो, हमारा जीवन से आज हम जो भी काम करता है उसमें प्रभु को महिमा मिल रहा है क्या? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് അതിന്റെ മഹത്വം കിട്ടുന്നുണ്ടോ? या हम स्वयं महिमा ले रहे हैं? അതുകൊണ്ട് നമ്മൾ സ്വയം മഹത്വം എടുക്കുവാണോ? आज अधिकतर सेवा में हम देखते हैं कि व्यक्ति पूजा और व्यक्तिगत प्रशंसा लेने वाला बात है. ഇന്ന് അനേക നമ്മള് കർത്താവിന്റെ വേലയെ നമ്മൾ നോക്കുമ്പോൾ ജനങ്ങൾ അധികമായിട്ട് സ്വയത്തിൻ്റെമായിട്ട് മഹത്വത്തിനും
സ്വയത്തിന് പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. बहुत ध्यान से देखना पड़ेगा, അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണേ. क्योंकि ये दुनिया हमको बहुत तारीफ करके ऊपर करके हम बोलते हैं ना, हिंदी में बोलते हैं चना के पेड़ पर चढ़ाना. കാരണം ഈ ലോകക്കാർ എന്ത് ചെയ്യും, നമ്മളെ നല്ല കാര്യം പറഞ്ഞ് നമ്മളെ പൊക്കി 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 നമ്മളെ മേളിലോട്ട് അങ്ങ് പൊക്കിക്കൊണ്ടു പോകും. आखिर में ऐसे छोड़ देगा, आकर के गिर करके हड्डी टूट जाएगी. പിന്നെ അവസാനം എന്തോ പറ്റും, ഇങ്ങനെ പൊക്കി പൊക്കി പോയിട്ട് കൈ മാറ്റി കഴിഞ്ഞാൽ താഴെ പൊത്തോന്ന് പറഞ്ഞ ഒറ്റ വീഴ്ചയായിരിക്കും, എല്ല് വരെ ഒടിഞ്ഞു പോകും. आत्मिक जीवन का हड्डी टूट जाएगा. അതിന്റെ അർത്ഥം എന്താ, ആത്മീയ ജീവിതത്തിലുള്ള എല്ലുകൾ എല്ലാം ഒടിഞ്ഞു പോകും, गिरा पड़ेगा. പിന്നെ അവിടെ വീണിരിക്കുകയുള്ളൂ. दुनिया की प्रशंसा, दुनिया की तारीफ, दुनिया में मिलने वाला सम्मान के पीछे कभी नजर नहीं लगाना प्रियो. അതുകൊണ്ട് പ്രിയപ്പെട്ട, ലോകത്തിൽ നിന്ന് കിട്ടുന്ന പ്രശംസയും ലോകത്തിൽ നിന്ന് കിട്ടുന്ന മഹിമയും ലോകം നമുക്ക് പറയുന്ന നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് അതിന്റെ പുറകിൽ ഒരിക്കലും പോവല്ലേ. इन सारे बातों से सावधान रहो. ഇതെല്ലാം കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കണം. बहुत सावधानी से करना. ഇതെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. अगर हम आज विश्वास में है तो विश्वास में बना रहना. ഇന്ന് നമ്മൾ വിശ്വാസത്തിലാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിലനിൽക്കണം. वो विश्वास में मजबूत ആ बनना. വിശ്വാസത്തിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. वो विश्वास से गिरना नहीं. ആ വിശ്വാസത്തിൽ നിന്ന് വീഴല്ലേ. परंतु अभी हम इसराइल लोगों के जीवन के बारे में हम क्या देखते हैं? എന്നാൽ നമ്മൾ ഇസ്രായേലികളുടെ ജീവിതം നമ്മൾ എന്തോ കണ്ടത്, उन लोगों गिरने का 5 कारण यहाँ पर इस भाग में लिखा है. അവിടെ നമ്മൾ ആ വാക്യം വായിച്ചാൽ 1 കൊരിന്ത്യർ 10 അവർ വീഴാനുള്ള 5 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. और भी कारण है, ഇനി അത് കഴിഞ്ഞ് അല്ലാതെ ഇനി കാരണങ്ങളും ഉണ്ട്. लेकिन मैं अभी उसी भाग में रह करके आपको बताऊंगा. എന്നാൽ ഞാൻ 1 കൊരിന്ത്യർ 10 എഴുതിയിരിക്കുന്ന ആ ഭാഗത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. वो 5 पॉइंट कौन कौन से आप कल पढ़ कर आना. ആ 5 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നാളെ വായിച്ചിട്ട് വരണം. मैं आपको कल पूछूंगा. ഞാൻ നാളെ നിങ്ങളോട് ചോദിക്കും. इस रीति में पूछे. ഈ രീതിയിൽ തന്നെ നിങ്ങളോട് ചോദിക്കും. आप बोलने के लिए तैयार है. നിങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. इसलिए आप क्या करना, मतलब पूरा 10 अध्याय पढ़ने की जरूरत नहीं. आप कम से कम उसी 10 अध्याय का मतलब 5 वचन से आप सिर्फ 11 वचन तक पढ़िएगा. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 കൊരിന്ത്യർ 10 5 തൊട്ട് 5 തൊട്ട് 11 വാക്യം വരെ വായിച്ചാൽ മതി. इसके अंदर 5 कारण वहां पर पौलुस लिखा है. ഇതിനകത്ത് തന്നെ 5 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവം എന്തിനാ അവരിൽ പ്രസാദിച്ചില്ല എന്ന് 5 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. वो ऐसा कोई कारण, ऐसा कोई बात हमारे मेरे जीवन में है क्या, वो बात भी पढ़ना. അപ്പൊ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മെയിനായ ഉദ്ദേശം എന്താണ്, ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശോധന ചെയ്യാൻ കൂടി ചെയ്യണം നിങ്ങൾ. शायद आप देखेगा, आपको नहीं मिलेगा तो मैं आपको दिखाएगा, तो शाम को आपको दिखाई देगा. ചിലപ്പോൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. എന്നാൽ നാളെ കർത്താവ് കൃപയാൽ നാളത്തെ അവസരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ വചനം പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായ ഉടനെ മാനസാന്തപ്പെടണം. Praise the Lord. Amen. इसलिए आप तैयार रहना. അതുകൊണ്ട് നിങ്ങൾ റെഡി ആയിരിക്കണേ. आपको मतलब अपन वचन के द्वारा हम और भी मतलब मसीह में बैठना, मसीह के रूप बनना, ये प्रभु का चाहते हैं. കാരണം കർത്താവിന്റെ ആഗ്രഹം എന്നുള്ള വചനപ്രകാരം ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിന്റെ രൂപത്തിൽ അനുരൂപരാകണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. इसलिए हम मसीह को खाएंगे, അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ തിന്നാം, मसीह को पिएंगे ക്രിസ്തുവിനെ നമ്മൾ കുടിക്കാം, और मसीह को प्रसन्न करेंगे. എന്നിട്ട് ക്രിസ്തുവിനെ നമ്മൾ പ്രസാദിപ്പിക്കാം. प्रभु आपको बहुत आशीष दे. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु का अनुग्रह आप सबके साथ. ദൈവത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരും വസിക്കട്ടെ. आमीन. ആമേൻ.